ഈ ചൂണ്ടുവിരല് നീട്ടി വെച്ചിട്ട് ഇങ്ങനെ പച്ചക്കറി ചക ചക ചകാന്ന് അരിയുമ്പോഴത്തേക്കും എനിക്കൊരു കൊതി കേട്ടോ. അതേപോലെ അരിയാൻ ഞാൻ കുറേ പേര് അങ്ങനെ അരിയണ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് നടക്കണില്ല കേട്ടോ. ഞാൻ നോക്കി പക്ഷെ പറ്റണില്ല. അപ്പോൾ കുറച്ച് കരിമീൻ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് പീച്ചിങ് അരിയാൻ വേണ്ടി നിന്നത്. അങ്ങനെ പീച്ചിങ് അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മീനിൻ്റെ ഐസൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതേ കരിമീനെല്ലാം വെട്ടിത്തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. ഒരു 4 കഷ്ണം വറുക്കാൻ വേണ്ടിയിട്ട് അരപ്പൊക്കെ പൊത്തി ഇതേ വേഗം തന്നെ അടുപ്പത്തോട്ടാക്കി കേട്ടോ. ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ നമുക്ക് കറി വയ്ക്കാം. അതും തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടാണ് കറി വയ്ക്കണത്. അങ്ങനെ മീൻകറിക്ക് വേണ്ട ഉള്ളിയൊക്കെ വഴറ്റി പൊടികളൊക്കെ മൂപ്പിച്ച് ദേ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിള വരുമ്പോഴത്തേക്കും മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിളച്ച് ചാറൊക്കെ കുറുകി വരുമ്പോഴത്തേക്കും തലപ്പാലൊഴിച്ച് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പീച്ചിങ്ങ വെറുതെ വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു 5-6 ചെമ്മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത് വലുതായതുകൊണ്ട് ഞാൻ കരുതി ഒന്ന് അങ്ങോട്ട് മുറിച്ചിടാന്ന്. അപ്പോൾ നരമ്പൊക്കെ കളഞ്ഞിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ പീച്ചിങ്ങൊക്കെ തൊട്ട് അതും അങ്ങോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ കിടന്ന് വേവട്ടെ. അങ്ങനെ മീൻകറിയുടെ ചാറൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും തലപ്പാലൊഴിച്ച് ചുറ്റിച്ച് അവിടെ വയ്ക്കുന്നുണ്ട്. ഇത് തിളക്കണ്ട കേട്ടോ. അങ്ങനെ വറുക്കാനിട്ട മീനൊക്കെ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മൊരിച്ചെടുത്തപ്പോഴത്തേക്കും നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അവിടെ നിന്ന് വിളി അമ്മാ ചോർന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് എല്ലാവരും കൂടെ കഴിക്കാമെന്നുണ്ട്. അവർക്ക് കാത് നിൽക്കാനൊന്നും ഒരു ക്ഷമയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചോ, ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം എന്ന്. അപ്പോൾ അത്ര